കഴിഞ്ഞ കാൻഡർ ഫെയറിൽ നിന്നും ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് സാമ്പിൾ ഉൽപ്പന്നങ്ങളൊന്ന് പരിചയപ്പെടുത്തണം. ഇത് നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് സ്വന്തമായി നിർമ്മിക്കാനും അത് ഇമ്പോർട്ട് ചെയ്യാനും ഞങ്ങൾ സഹായിക്കാം. അടുത്തൊരു കാൻഡർ ഫെയർ ട്രിപ്പ് പോകുന്നുണ്ട്. പ്രോഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ. ഇത് ഒരു വയർലെസ് ചാർജറാണ്. കുറച്ച് എന്താ പറയുക, ഒരു വെറൈറ്റി ആയ ഒരു വയർലെസ് ചാർജറാണ്. വിൽപ്പന തുടങ്ങിയിട്ടില്ല. മാർക്കറ്റിൽ ഇവിടെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എനിക്കറിയില്ല. ഞാനൊരെണ്ണം സാമ്പിൾ മേടിച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നതാണ്. ഒരു അൺബോക്സിംഗ് ആണ് നോക്കുന്നത്. ഇത് വളരെ എന്താ പറയുക, വേണ്ട ഇപ്പോഴേ ഇതുണ്ട്, ഓണായി. ടച്ചാണ്, ഫുള്ളി ടച്ച്. ഇതിൽ ചെറിയൊരു റീചാർജർ ബാറ്ററി ഉണ്ടോ, കുഞ്ഞ് മോട്ടറൈസ്ഡ്. ശ്രദ്ധിച്ച് വേണം, ചെറിയ കുട്ടികളുള്ളിടത്തേക്കൊന്നും ചിലപ്പോൾ ഇത് പിടിച്ച് ഞെക്കും. എനിവേ ഓക്കെ. സെൻസറുകളാണ് ഇവിടെ, 2 സെൻസറുകളാണ്. പിന്നെ വയർലെസ് ചാർജർ നമുക്കിങ്ങനെ കാണാൻ പറ്റും. 15 വാട്ട്സാണ് ഇതിൻ്റെ വാട്ട്സ് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ്. പിന്നെ ഇത് വണ്ടിയിൽ വെക്കുന്ന ഒരു ഹോൾഡറൊക്കെ ഇതിനുണ്ട്. ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് AC-യുടെ വെൻറ്റിലേറ്ററിലാണ് തോന്നുന്നു, അല്ലെങ്കിൽ എവിടെയാണോ നമുക്കിതിനെ ടൈറ്റ് ചെയ്തിടാം. എനിവേ ഈ ഇതിലൊരു ചെറിയ ഒരു ബാറ്ററി ബാക്കപ്പും ഇതിനകത്തുണ്ട്. കാരണം ഈ ഒരു മോട്ടോർ എൻജിൻ ഓഫാക്കിയാലും, വണ്ടിയുടെ എൻജിൻ ഓഫാക്കിയാലും മൊബൈൽ എടുക്കാനും വെക്കാനും ഉള്ള ഒരു സംവിധാനമുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ചാർജർ കണക്ട് ചെയ്യാം. ഇതിന് തന്നെ വയറ് തരുന്നുണ്ട് കേട്ടോ, ഇതിൻ്റെ കേബിൾ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ ഒരു പവർ ബാങ്കിൽ നിന്ന് കൊടുക്കുകയാണ്. വണ്ടിയിൽ നിന്ന് കൊടുക്കുന്നതിന് പകരം പവർ ബാങ്ക്, ഏതെങ്കിലും ഒരു പവർ അഡാപ്റ്റർ ആയാലും മതി. ഓക്കെ. പന്തം കത്തും പോലെ കത്തുന്നുണ്ടാവും. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആണ്. ഇനി ഇതിലേക്കൊരു മൊബൈൽ അങ്ങ് കണക്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കണക്ട് ആയിട്ടില്ല, ഞാൻ മൊബൈൽ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കിന് അതേ മൊബൈൽ അവിടെ നിന്ന് മാറിയപ്പോഴേക്കും അത് ക്ലോസ് ആയി. ഇനി ഇവിടെയാണ് അതിൻ്റെ സെൻസർ. ഇതിലാണ് സെൻസർ വന്നല്ലോ. നേരെ വെക്കണ്, അത് ക്ലോസ് ആയി. അത് ചാർജിങ് നടന്നു. ഇത് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വേഗത്തിലൊന്നും ഇങ്ങനെ ആവില്ല. ഇനി നമുക്കത് എടുക്കണമെങ്കിൽ ഈ ഒരു ടച്ച് ചെക്ക് ചെയ്ത് കൊടുത്താൽ അതാ പോയിന്ന് കണ്ടെടുക്കാം. അത് വീണ്ടും ക്ലോസ് ആയി. അങ്ങനെ വളരെ സെൻസിറ്റീവായ മോട്ടോർ കൺട്രോൾഡ് ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ കം വയർലെസ് ചാർജർ വളരെ ഭംഗിയോടെ നമ്മുടെ ഒരു കാറിൽ വെക്കാൻ പറ്റും. ഇനി വീട്ടിൽ തന്നെ ഇതിനൊരു സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ്. ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചൈനയിൽ പോകാം. നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ ഇത് നിർമ്മിച്ച് അവർ നമുക്ക് തരും. അതല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ കമ്പോണൻസും കേസും പാർട്സുകളാക്കി നമുക്ക് തരും. ഇന്ത്യയിൽ നമുക്കിവിടെ കൊണ്ടുവന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ നമുക്ക് വിൽക്കാൻ പറ്റും. ഇതാണ് ഒന്ന്. ഇതിൻ്റെ നല്ലൊരു സെൻസറാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു വയർലെസ് ചാർജറാണ്. ആ വയർലെസ് ചാർജർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നോക്കാനുള്ള ഒരു സംവിധാനം വരെ ഉണ്ടാ. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കോയിലാണ്. ഇതുപോലെ ആർക്കും കോയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, എത്ര ഫാസ്റ്റാണ്, എത്ര പവർഫുള്ളാണെന്നൊക്കെ അറിയാം. നല്ല ഒരു ഉണ്ടോ, അതൊരു 1 വാട്ട് ബൾബാണ് അതിൽ കൊടുത്തുള്ളത്. അല്ല ഫാസ്റ്റായി സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചാർജർ, സ്ലോ ഇങ്ങനെ സ്വിച്ചിങ് ആണെങ്കിൽ സ്ലോ ചാർജർ ആണെന്ന് മനസ്സിലായത്, ഫാസ്റ്റ് തന്നെ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വയർലെസ് യൂണിറ്റും കൂടി പരിചയപ്പെടാം. ഇത് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഓക്കെ. ഇനി പവർ ഇട്ട് ഊരിയാലും ഉണ്ടായി. ഇനി ഓട്ടോമാറ്റിക് ഇത് ഓഫാകും. പവർ ഓഫാണ്. ഒരു ടൈമറാണ് പവർ ഓഫ്. ഓക്കെ, അവിടെ ഇട്ടെ. അതിൻ്റെ കൂടെയുള്ള കേബിള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും പരിചയപ്പെടാം. ഇനി അതേപോലെ മറ്റൊരു വീട്ടിലൊക്കെ വണ്ടിയിലും വെക്കാം, വീട്ടിലും വെക്കുന്ന ഒരു യൂണിവേഴ്സൽ പവർ ചാർജറാണ്, വയർലെസ് ചാർജർ യൂണിറ്റാണിത്. ഏത് അഡാപ്റ്ററും ഇതുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനെ ചാർജറിനെ ഒരു വയർലെസ് ചാർജറാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ പവർ ബാങ്കിനെയും ഒരു വയർലെസ് പവർ ബാങ്ക് ആക്കാൻ പറ്റും. വണ്ടിയിൽ ഈസിയായി വെക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റാണ് ഇത്. എത്ര കോമ്പാക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ ഒരു ചാർജർ. അത് നല്ലൊരു പാക്കിങ്. ഇതിൽ ആപ്പിൾ ഫോണ്, സ്മാർട്ട് വാച്ച്, വയർലെസ് ഫോണ്, എല്ലാത്തരം ഫോണും ഇതിൽ ചാർജ് ചെയ്യും. ഇനി ഒരു വേറെ ചാർജറിൻ്റെ ആവശ്യമില്ല. ഏതൊരു ചാർജറുമായിട്ട് ഇത് കണക്ട് ചെയ്താൽ ഇതൊരു വയർലെസ് ചാർജായി. വേണ്ട, മാഗ്നറ്റാണിത്. ഒരു മാഗ്നറ്റ്. ശബാഷ്, അടിപൊളി.
ഇത് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അതൊക്കെ ഒരു മാഗ്നറ്റിക് സ്വിച്ചിങ്, അത് കൊണ്ട് നടക്കാൻ എളുപ്പമാണ്. നല്ലൊരു പ്രത്യേക ലെതർ ഫിനിഷ്ഡ് ഒരു വാട്ടർ പ്രൂഫ് കേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തേക്കാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. എന്താ ഇവിടേക്കാണ് ഈ പവർ കൊടുക്കുന്നത്. ഇനി ആപ്പിളിൻ്റെ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകൾക്ക് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്. കണ്ടോ ഇവിടെ ഇതാണ് സ്മാർട്ട് വാച്ചിൻ്റെ ഏരിയയാണ്. വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളത് വയർലെസ് ചാർജർ. ഇതൊരു സാധാരണ ചാർജറും ഇത് ഫാസ്റ്റ് ചാർജറുമാണ്. കാരണം ഒരു ഓർഡിനറി ഫോണാണെങ്കിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൽ വെച്ച് ചാർജ് ചെയ്യാം. അറ്റ് എ ടൈം തന്നെ രണ്ടും ആക്കാം. ഇതൊരു സ്ലോയിലും ഇതൊരു ഫാസ്റ്റിലും ഓടിക്കാം. ഇതും തന്നെ 15 വാട്ട്സാണ് പറയുന്നത്. 15 വാട്ട് എന്ന് പറയുമ്പോൾ 5 വാട്ട് ഇതിലെടുത്താൽ 10 വാട്ട് ഇതിലെടുക്കും. ഇല്ലെങ്കിൽ 15 വാട്ട് ഫാസ്റ്റ് ചാർജർ ഒന്ന് മാത്രം. ആ സമയത്തും നമുക്ക് സ്മാർട്ട് ഇത് ആകെ 1 വാട്ടിന് താഴെയാണ് ഇത്. അതുകൊണ്ട് ഇത് പ്രശ്നമല്ല. സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്റ്റായി എന്നതിന് ഇതൊക്കെ വണ്ടിയിൽ വെക്കാൻ എളുപ്പമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെറുതെ കണ്ട് കൊഴിഞ്ഞാടില്ല. ഇതങ്ങോട്ട് ഭയങ്കര ഒരു ക്രിപ്പ് ഉണ്ടാവും. ഈ ഒരു ക്രിപ്പിൽ ഇത് നിൽക്കും അവിടെ. ഓക്കെ, ഇനി ഇതും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ എൻ്റെ ഈ ഒരു ഇക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അടിപൊളിയാണ്. കണ്ടോ അതിൻ്റെ സ്വിച്ചിങ്ങിൻ്റെ വേഗത നോക്കാം നമുക്ക്. ഉണ്ടോ എത്ര ഫാസ്റ്റായിട്ട് സ്വിച്ചാണ് നോക്കേ. ഓൺ ഓഫിൻ്റെ വേഗത. ഇനി അതേപോലെ നമുക്ക് ഇങ്ങോട്ട് നോക്കണം. അത്ര അല്ലല്ലോ, സ്ലോ അല്ലേ. ഓക്കെ, അങ്ങനെ ഫാസ്റ്റ് ചാർജർ ആണോ എന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ ഒരു കോയിൽ സെറ്റ് ഉണ്ടാക്കി. നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കട്ടോ. അത് വിടാതെ മിന്നി കത്തുന്നുണ്ട്. എനിവേ, ഇനി നമുക്കിതിലൊരു ഫോൺ വെച്ച് നോക്കാം. വെറുതെ അങ്ങനെ വെക്കലാണല്ലോ ഫോൺ അല്ലേ. കയറുന്നുണ്ട്. ഇനിയും പറ്റും, ഇനി ഇവിടെയും പറ്റും. ഓക്കെ, ബ്ലാങ്കായി യെസ് നടക്കുന്നുണ്ട്. ഓഫാക്കാം. ഏത് കോലത്തിലും പറ്റും. എങ്ങനെയും ഉണ്ടോ, ഈസിയാണ്. ഇനി കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടും ആയാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു യൂണിവേഴ്സലാണ് ഈ ഒരു ചാർജർ. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ ഒരുവിധം മിന്നലൊന്നും തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരില്ല. ഇത് നേരിട്ടാവും. പിന്നെ ഈ കോണ്ടാക്റ്റ് കുത്തി കേട് വരുന്ന ഒരു പ്രശ്നമല്ല. അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ അവർ ക്വാണ്ടിറ്റി ആയി നമുക്ക് ഉണ്ടാക്കി തരും. ഇത് ഗ്യാരണ്ടിയോടെ കൊടുക്കാൻ ഈ കേസിൽ മാറ്റം കൊണ്ടുവരാം. നമ്മുടെ പേര് ഇവിടെ പ്രിൻ്റാക്കാം. ടെക്നോളജി അവരുടെ തന്നെ ചൈനൻ്റെ തന്നെ ആയിക്കോട്ടെ. കേസിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. നല്ല കേബിളും ഇതിന് വേണ്ടി ഒരു ചാർജറും കാറിലേക്ക് കുത്താൻ ഒരു ചാർജറും എല്ലാം നമുക്ക് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമുണ്ടോ മാർക്കറ്റ് ചെയ്യാം. വണ്ടിയുടെ ആക്സസറീസ് വിൽക്കണ, കാറിൻ്റെ മെറ്റീരിയലൊക്കെ വിൽക്കുന്ന കടക്കാർക്ക് ഇത് ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതൊരു യൂണിവേഴ്സലായി വീടുകൾക്കും ഇത് യൂസ്ഫുൾ ആണല്ലോ. ഈ 2 ഉൽപ്പന്നം അപ്പം ഞാൻ പരിചയപ്പെടുന്നത്. ഇതിന് കേസുണ്ട് കേട്ടോ. അതിനൊരു കവറുണ്ട്, കേസുണ്ട്. അതിലതിൻ്റെ നല്ലൊരു കേബിളുണ്ട്, ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് കേബിളുണ്ട്. ഇത് ആർക്കെങ്കിലും ഈ 2 ഉൽപ്പന്നം ഇപ്പം ഞാൻ പരിചയപ്പെടുത്തിയ ഈ 2 ഉൽപ്പന്നം ആർക്കെങ്കിലും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിൽ നിർമ്മിക്കുകയോ ഇത് ബൾക്കായി ഇമ്പോർട്ട് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഞങ്ങൾ അടുത്ത കാൻഡൻ ഫെയറിലേക്ക് ഞാനും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർമാർ പോരുന്നുണ്ട്, ഒരു സംഘം പുറപ്പെടുന്നുണ്ട്. അവിടെ പോയി കമ്പനി വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കാൻഡൻ ഫെയർ ഓഫീസ്, കമ്പനി ഓഫീസ് വിസിറ്റ് ചെയ്ത് എത്ര രൂപയാണ് നേരിട്ട് നമുക്ക് അവരുമായിട്ട് സംസാരിച്ച് കണ്ടെയ്നർ കണക്കിൽ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യാനും ഇവിടെ എത്തിക്കാനും നമ്മുടെ സോഫ്റ്റ്വേ എന്ന കമ്പനി നിങ്ങളെ സഹായിക്കും. അത് കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ മറ്റു കണ്ടെയ്നറിൻ്റെ കൂടെ കൊണ്ടുവരാം. കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു കണ്ടെയ്നർ എടുക്കാം. രണ്ടായാലും ഒരു യാത്രക്ക് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഫാക്ടറി വിസിറ്റിങ്, അതേപോലെ ചൈനയിലെ വിവിധ ഭാഗങ്ങളെ സന്ദർശിക്കുക. കോങ്സോ സന്ദർശിക്കും, ഷെൻജൻ സന്ദർശിക്കും, ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്, സിലിക്കൺ വാലി എന്ന ഷെൻജൻ ഇലക്ട്രോണിക് പട്ടണം സന്ദർശിക്കുന്നുണ്ട്. അതേപോലെ കാൻഡൻ ഫെയറിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെയുള്ള കമ്പനികൾ നമ്മൾ ആ സ്റ്റോൾ പോയി വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ബിസിനസ് ഐഡിയയുമായിട്ടാണ്. ബിസിനസ് ട്രെയിനിങ് ഉണ്ടാകും. എൻ്റെ പരിചയം നിങ്ങളുമായി പങ്കുവെക്കും. യാത്രയിലുടനീളം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ഓഫറുണ്ട്. ആദ്യത്തെ 40 പേരിൽ ആരെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒരു സൗജന്യ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസ് ഏതുമാകട്ടെ അത് ഞാനും ചെയ്തു തരാം. പൈസ ഈടാക്കുന്നതല്ല. കേരളത്തിൽ കേട്ടോ. വിദേശത്തൊക്കെ ആണെങ്കിൽ, ഗൾഫിലൊക്കെ ആണെങ്കിൽ പോകുന്ന ചിലവ്, വിസ ടിക്കറ്റൊക്കെ നിങ്ങൾ എടുത്താൽ ഞാൻ അവിടെയും വരാം.
എനിവേ ഇതൊക്കെയാണ് എൻ്റെ ഓഫറുകൾ. താല്പര്യമുള്ളവർക്ക് ഒരു ബിസിനസ് തുടങ്ങുക, അതന്നെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭ്യമായി കൊടുക്കുക, കേരളത്തിലും അങ്ങനെ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊമോഷൻ. പിന്നീട് നമുക്ക് സ്വന്തമായി ഇതൊക്കെ ഡിസൈൻ ചെയ്യുക, ആദ്യം കൊണ്ടുവന്ന് വിൽക്കുക, പിന്നീട് മെറ്റീരിയൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക, പിന്നീട് 3-ാം തവണ നമുക്ക് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് വളരാനുള്ള ഒരു ബിസിനസ് ട്രെയിനിങ് ആണ്. താല്പര്യമുള്ളവർ താഴെയുള്ള ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഞാൻ 2 നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഒരു ചൈന ട്രിപ്പാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് പ്രത്യേകം എഴുതുന്നുണ്ട് അവിടെ, ചൈന ട്രിപ്പിൽ വിളിക്കേണ്ടത്. അതല്ല, ഈ ഒരു പ്രോഡക്റ്റ് ബൾക്കായി വാങ്ങി 100, 200, 500 പീസ് നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് വിതരണം ചെയ്യണം കേരളത്തിൽ എങ്കിൽ സോഫ്റ്റി ബൈയുടെ ആ ട്രേഡിംഗ് നമ്പറും ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. എനിവേ കഴിയുന്നതും ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കോളെ. കൂടുതൽ ഐഡിയാസ്, കൂടുതൽ പ്രോഡക്റ്റുകൾ അവിടെ കണ്ടു പരിചയപ്പെടാം.